ഗുരുവായൂർ അമ്പലമാണ് അതിൽ അങ്കിത് മേനോനായിട്ട് ചെയ്ത പാട്ട്. നല്ല രസമാണ് അത്. അതേപോലെ തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ ഒരു മാപ്പിളപ്പാട്ട് നാദർഷൊക്കെ എല്ലാം പാടിയ ഹിഷാമാണത്. ഹിഷാം അഭിനയിക്കുകയും ചെയ്തത്. അത് നല്ല രസമുള്ളൊരു പാട്ടാ. എനിക്ക് അങ്ങനത്തെ ഈ ഒരു ചടുലത അതിനിടക്കുള്ള ഒരു സാധനം. അതെ അതെ, മാപ്പിളപ്പാട്ടിന്റെ അപ്പം അതിനൊരു റാപ്പ് തന്നെയാണല്ലോ ഇത്. ഒരു പഴയ ഫോമിലെ റാപ്പ് എന്ന് പറയാം. ഭയങ്കര സ്പീഡിൽ കണ്ടന്റ് പറഞ്ഞു പോവാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ചലഞ്ച്. അപ്പം ആശാക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇത് സ്റ്റേജിൽ പാടണം. എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പാടാൻ പറ്റുന്നില്ല. എനിക്ക് സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടാണ്. അപ്പം അതിന് പഴയ മാപ്പിള പാട്ടുകളുടെ ഛായ നേരെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിലേക്ക് അത് ലീഡ് ചെയ്ത് വന്നാലും കുഴപ്പമില്ല. അപ്പം അത് മിസ്രിയിലെ രാജനിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ അതങ്ങനെ തന്നെ വെച്ചിരിക്കുക. പുള്ളി ആദ്യമേ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് തന്നെ എത്തിയാൽ മതി. അതേ ടോൺ നമ്മൾക്ക് കേട്ട പരിചയമുള്ള മാപ്പിള പാട്ടുകളുടെ ഒരു ജോണർ. അതിന്റെ തുടക്കത്തിലേക്ക് ഈ പഴയ പറുദാ ഹെ പറുദാ റാഫിയുടെ ഒക്കെ പാട്ടിൽ അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു ഷെയർ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണും. അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയും ഖുദാ കാ ശുക്ർ ഹൈ ചെഹറാ നസർ തോ ആയാ ഹൈ. ഇങ്ങനെ ഒരു ഷെയർ. അതൊരു കപ്ലറ്റാണ്, ഒരു ഈരടിയാണ്. ആ ഈരടി ഈ കവിതനെ മൊത്തത്തിൽ അതിൻ്റെ ഒരു നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യമോ മിഡിലോ ഒക്കെ പറയുന്ന ഒരു ശൈലി കവാലി പാട്ടുകളുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതാണ് ഇപ്പൊ സൊഹറജബി എന്ന് പറയുന്നൊരു ഉറുദു വേർഡാണ്, ഒരു സുന്ദരി എന്നൊക്കെ ഉള്ളത്. സുബഹിന്റെ മുഞ്ചലി ചുണയുള്ളൊരാണ് വിരുന്ന് വന്ന്. അതാണ് ആ ഈരടി. അതതിൻ്റെ ഒരു ചുണയുള്ളൊരാണ് വിരുന്ന് വന്നു എന്നുള്ളൊരു സാധനം വിളിച്ചു പറയുന്ന ഒരു സ്ഥലത്ത് തുടങ്ങുന്നത്. അപ്പം അതിനൊരു ആ കവാലി നേച്ചർ ഒരു സാധനം. അപ്പം കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂ എന്ന്. അപ്പം അങ്ങനത്തെ നിന്റെ പേര് വിളിച്ചു പോയി ഒരു ഇത് കണ്ടപ്പോൾ. അപ്പം നേരത്തെ പറഞ്ഞ ഈ നിലാവിനെ തന്നെ ഒരു മുല്ലപ്പൂവായിട്ട് ഉപയോഗിക്കുകയും ആ മുല്ലപ്പൂ കണ്ടപ്പോൾ നിന്നെയാണ് ഞാൻ ചന്ദ്രൻ എന്നല്ല വിളിച്ചത്, ലൈല എന്നാ ജമീല എന്നൊക്കെയാണ് ഞാൻ വിളിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ. അതിന് അപ്പം അതിൻ്റെ ഒരു സ്റ്റാൻസ തുടങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ട് കണ്ട് കൊതിയുമ്മ കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ്, പൊന്നുമിന്നണൊരു ചന്തമുള്ള ചിരി പന്തലുള്ളിലത് ആരാണ്, ഉപ്പാടൊപ്പം അന്ന് കണ്ടേ നിക്കാഹിൻ്റെ അന്ന് നിന്നെ കൊഞ്ചിമറിഞ്ഞ് രാവിന് മൊഞ്ച് നിറഞ്ഞ്. കൊഞ്ചിമറിഞ്ഞപ്പോൾ രാവിന് മൊഞ്ച് നിറഞ്ഞു. അപ്പൊ കൊഞ്ചിമറിഞ്ഞ് രാവിന് മൊഞ്ച് നിറഞ്ഞ് എട്ടണ വീണത് ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നേ. ഒരു കോയിൻ താഴെ വീണിട്ട് ആ സൗണ്ടിൽ ആരോ ചിരിച്ചു. അപ്പൊ എട്ടണ വീണത് ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നു. ഇത്തിരി കുപ്പികൾ ഒത്തിരി വെച്ചൊരു പിത്തള ഡപ്പിയിൽ ഇട്ട് പൊതിഞ്ഞൊരു കത്താണ്. ഇത്തിരി ഡപ്പികൾ ഒത്തിരി വെച്ചൊരു പിത്തള ഡപ്പിയിൽ ഇട്ട് പൊതിഞ്ഞൊരു കത്താണ്, മുത്താണ്ട് തരികില്ലെന്നത് കഥ. അത്തറിന്റെ കുപ്പികൾ ഇട്ട് വെച്ചിരുന്നൊരു ഡപ്പിക്കകത്ത് ആ പ്രണയലേഖനം കുറെ ദിവസം ഒളിപ്പിച്ചു വെച്ചു ആ മണത്തിന് വേണ്ടി. ഇനി നിനക്ക് തരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഉമ്മ വയ്ക്കും, അല്ലാതെ തരാനേ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വേറൊരു ജോൺറ എഴുത്ത്. പക്ഷെ അത് ഭയങ്കര റാപ്പാ ശരിക്കും. ഡബ്സിയും ബേഡനും ഒക്കെ ഈ നമ്മുടെ റാപ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ ചെറിയൊരു ആശയ പ്രശ്നമുള്ളത് ഇത്തരത്തിൽ മലബാറിൻ്റെ പാട്ടുകൾ മാപ്പിള പാട്ടുകളാണ് നിങ്ങൾ പാടുന്നതെന്നൊക്കെ പറയുന്ന ചെറിയൊരു സാധനമുണ്ട്. പക്ഷേ സത്യത്തിൽ അതും റാപ്പ് തന്നെയല്ലേ? അങ്ങനെയും റാപ്പ് ഉണ്ടായിക്കൂടെ? ഉറപ്പായിട്ടും. അതല്ല ഞാൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് മലർക്കൊടിയെ അത്ര മനോഹരമായ ഒരു പാട്ട് ഡബ്സി ഉപയോഗിക്കുന്നു, അതിനെ കുറെ കൂടെ ജനകീയമാക്കുന്നു. അതെ, അല്ലാതെ ഇതിനെ തളർത്തുകയല്ലോ, ഇതിനെ വളർത്താണ്, ഇതിനെ അതിന്റെ ഷോൾഡറിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ജോണ്ടറിനെ ആക്ച്വലി സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ എതിരഭിപ്രായങ്ങളുണ്ടാവും. അവർ പറയും ഇതല്ല, അത് അങ്ങനെ പോകണ്ട, ഇങ്ങനെ റീമിക്സ്. അവിടെ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നല്ലതാണ്, ഇല്ല അത് അങ്ങനെയുള്ള വളരെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ദേശത്തുനിന്ന് വരുന്നവർ, മലബാറിൽ നിന്ന് വരുന്നവരുടെ സംഗീതത്തിൽ അത് റാപ്പർ വന്നാലും കൊള്ളാം, കവിത പറഞ്ഞാലും കൊള്ളാം. മാമുക്കോയ പറയുന്ന പോലെ മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്ന് മാമുക്കോയ പറയില്ലേ, ഇജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കാരണം അത് അവരുടെ സാധനമാണ്. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല, ജാതി മത വ്യത്യാസമില്ല, അവരുടെ സംഗീതം അതാണ്. അപ്പം അതിൽ നിന്ന് റാപ്പേഴ്സ് വരുമ്പോൾ എതിൽ ചവിട്ടിയാണ് അവർക്ക് നിൽക്കാൻ കഴിയുക, അവർക്ക് അവരുടെ അസ്തിത്വത്തിൽ ചവിട്ടിയാണല്ലോ നിൽക്കാൻ കഴിയുക. അപ്പം അങ്ങനെ ഇപ്പോൾ വേടൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്, അതൊരു ഡൗൺ ട്രോഡൻ ആൾക്കാരുടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്, അത് അവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് അവൻ അത്രയും കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം അത് അതിനെ ചുറ്റിയേക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ എപ്പോഴാണെങ്കിൽ ഇപ്പോൾ കിഴക്കൻ മേഖലയിലെ അച്ചായന്മാരുടെ സംഗീതം
അതധികം എക്സ്പ്ലോർ ചെയ്യത്തില്ല. അവിടെ നിന്ന് ഒരു റാപ്പർ വന്നു, അവരുടെ ഭയങ്കര മാർഗംകളിയുടെയൊക്കെ മ്യൂസിക്കുകളും ഭയങ്കര രസകരമായിട്ടുള്ള സംഗീത പാരമ്പര്യം ഉണ്ടല്ലോ അവിടെ. അപ്പം അതിൽ നിന്ന് റാപ്പർ വന്നു, അവർക്ക് പറയാനുള്ള മെസ്സേജ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് പറയാം വേറെ സ്ലാങ്ങുമായിട്ട്, ഭയങ്കര ഗലീസ് സൗണ്ടിങ് സ്ലാങ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. മനോഹരമായ റാപ്പുകൾ അവിടെ നിന്നും വരാം. കണ്ണൂർ സൈഡിൽ നിന്ന് വരാം, പൊളിറ്റിക്കൽ റാപ്പ് വരാം, CPM-മാരുടെ പൊളിറ്റിക്കൽ റാപ്പ് വരട്ടെ. അപ്പം എല്ലാത്തിനും സ്പേസ് ഉണ്ട്, എല്ലാത്തിനും സ്പേസ് ഉണ്ട്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ജനറേഷന് ഇതെങ്ങനെ കണക്റ്റ് ആവും. നമുക്കത് പഴയ മെലഡി പരിപാടിയും പിടിച്ചുകൊണ്ടിരുന്നാൽ അവർ പണ്ട് എന്താ വെച്ചാൽ, പണ്ട് നമുക്ക് അതിനൊരു സ്പേസ് ഉണ്ട്. കാരണം വേറെ കേൾക്കാൻ ഓപ്ഷൻ ഇല്ല, നമ്മൾ കൊടുക്കുന്നതേ കേൾക്കൂ. ഒരു ദൂരദർശൻ ഡയറക്ടറോ ആകാശവാണിയുടെ ഡയറക്ടറോ തീരുമാനിക്കുന്നതാണ് നാട്ടുകാർ കേൾക്കുന്നത്. അത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അധിഷ്ഠിതമാണ്. ഇന്ന് അതല്ലല്ലോ, ഇന്ന് ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നാണ് യൂട്യൂബ് പറയും. ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മിയെ ഉപയോഗിച്ച ഒറ്റമുണ്ട് പാട്ടിനകത്ത് ഗൂഗ്ലി ഉപയോഗിച്ചിട്ടുണ്ട്. അത് 90s-ന്റെ ഒരു പ്രയോഗമാണ്. അതെ, കാരണം ഇന്ന് ഗൂഗ്ലി ക്രിക്കറ്റിൽ ആരും പറയാറില്ല, ഗൂഗ്ലി ഇല്ല ആക്ച്വലി. അങ്ങനെ ഒരു വാക്കും നമ്മൾ പ്രയോഗിക്കില്ല, സാങ്കേതികത അഡ്രസ് ചെയ്യുന്നില്ല. അപ്പം 90s കിഡ്സിനെയാണ് അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ശരിയാട്ടോ, അതിപ്പോ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗൂഗിളി അറിയില്ല, അറിയാൻ പറ്റത്തില്ല. അന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗൂഗിളി പ്രധാനമായിട്ട്, കാരണം അനിൽകുബ്ലയും മുത്തയ്യ മുരളീധരനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്പേസിലായിരുന്നു. ഭയങ്കര രസകരമാണ്, നമ്മുടെ നൊസ്റ്റാൾജിയാണ്. അത് കറക്റ്റ്. അത് അപ്പോൾ ഈ ഒറ്റമുണ്ട് പാട്ടില്ലേ, ഒറ്റമുണ്ടിൽ ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മിയും കൊണ്ടുവരിക, അത് ഒരു വേറൊരു രസമുള്ള കോംബോയാണ്. കാരണം രണ്ട് സ്റ്റൈലും എന്നാൽ അത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങളുമാണ്. അവിടെ ഒറ്റമുണ്ട് ആ വരികളും കൂടെ ലിറിക്സും കൂടെ ഒന്ന് ഡീകോഡ് ചെയ്ത് സംസാരിക്കും. കാരണം ഒറ്റമുണ്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ഭയങ്കര ലേസി പാട്ട് വേണം എന്നാണ് ഇവർ പറയാം. അപ്പൊ അവർ ഒരുത്തൻ അവന്റെ എവറി ഡേ ഇസ് വെരി ബോറിങ്, നത്തിങ് ഹാപ്പനിങ്. അവൻ ഡെയിലി എണീക്കുന്നു, നടന്നു പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഒരു സാധനം. അപ്പം അതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ആറ്റൂരിൻ്റെ ഒരു കവിതയ്ക്കകത്ത് ഒരു ചെറിയ ഒരു പോർഷനില്ല, മുത്തശ്ശിയെ പറ്റി ഓർക്കുമ്പോൾ ഒരു പോർഷനിൽ എന്നും ഒരേ വഴി പോന്ന് ഒരേ കീർത്തനം ചൊല്ലി ഒരേ നേരത്ത് ഉറങ്ങി എഴുന്നേറ്റ് ഒറ്റ നാൾ പോലെ ഒരു ജന്മം കഴിച്ചവൾ എന്ന് പറഞ്ഞു ഒരു 4 വരി. അപ്പോൾ ഇതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിലതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കൊള്ളുമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് അവരോട് സിമ്പതി തോന്നും. എൻ്റെ ഉമ്മായെ ഓർമ്മ വരും, നമ്മുടെ മുത്തശ്ശിമാരെ ഓർമ്മ വരും. ഒറ്റ നാൾ പോലെ ഒരു ജന്മം അവരുടെ ലൈഫിൽ ഒന്നും ഉണ്ടായിരുന്നു. വീട് തന്നെ വീട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കിടന്നു. അപ്പോൾ അതിങ്ങനെ, അപ്പോൾ ഒറ്റ നാൾ പോലെ ആ ഒറ്റ എന്നാണ്. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ ചേർത്തല കഴിയുമ്പോൾ ഒറ്റപ്പുന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒറ്റപ്പുന്ന. അതൊക്കെ ഞാൻ ബോർഡൊക്കെ അങ്ങനത്തെ. അപ്പോൾ ഒറ്റ എങ്ങനെയാണ്, അപ്പോൾ ഈ ലേസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒറ്റ എന്ന് പറഞ്ഞു സൗണ്ട് വെച്ചിട്ട് ഒറ്റ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഞാനത് അത് വെച്ച് തന്നെ അങ്ങനെ എഴുതാം. അപ്പം ഞാനിങ്ങനെ ഒറ്റ മുണ്ട് പുണർന്ന്. അപ്പം നമ്മൾ പണ്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഉടുത്ത മുണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ പുതപ്പാവും, അങ്ങനെയാണ് പരിപാടി. അപ്പം ഒറ്റ മുണ്ട് പുണർന്ന് ഒറ്റയ്ക്കെന്നും ഉണർന്ന് ഒട്ടുമാവിൻ കട്ടിലീന്ന് ഒച്ചയില്ലാണ്ട് ഉയർന്ന് ഒറ്റ കുളി കഴിഞ്ഞ് ഒറ്റ കോടി തളർന്ന് ഒറ്റിറക്കയിൽ ഓട്ടച്ചായ ഒറ്റടിക്ക് നുണഞ്ഞ് ഒറ്റ വഴി നടന്ന് ഒറ്റ കുഴി കടന്ന് ഒറ്റ ജോലി കൊറ്റ നേരത്ത് കൊറ്റ പോലെ വളഞ്ഞ് ഒറ്റപ്പുരയ്ക്കടുത്ത് ഒറ്റ വഴിക്കടുത്ത് ഒത്തിരിക്കാതെ ഒറ്റപ്പുരയ്ക്കടുത്ത് ഒറ്റ വഴി കടത്ത്, ഒറ്റപ്പുരയ്ക്കടുത്തുള്ള ഒരു ഒറ്റ വഴി കടത്ത്. ആ കടത്തിൽ ഒത്തിരിക്കാതെ, ആരോടും ചേർന്നിരിക്കാതെ, ഒത്തിരിക്കാതെ അപ്പുറത്ത് ഒറ്റക്കാലയിലിരിപ്പ്. അപ്പം അങ്ങനെ ആ ഒറ്റ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു കൗതുകം വന്നു. പിന്നെ അതിനെ ഇച്ചിരി ഫോഴ്സ് തന്നെ എഴുതാം. ഒറ്റക്കുളി എന്ന് വെച്ചാൽ ഒറ്റക്കുളി, ഒരു കുളിയുള്ളൂ, ഒരു കുളി. അന്നത്തെ ദിവസം ഒറ്റക്കുളിയുള്ളൂ, പിന്നെ കുളിയില്ല. ഒരു പേരിനൊരു കുളി, വീട്ടിലേക്ക് പറയല്ലോ ഒറ്റക്കുളി എന്ന് പറയാം നമ്മളവിടെ. പേരിനൊരു കുളി, ചടങ്ങ് എന്ന് പറയുന്നത്.